ഒളിവിൽ പോയെന്ന് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ഒറ്റപ്പെട്ട് കിടക്കുന്ന ജീർണിച്ച വീടുകൾ ലക്ഷ്യമാക്കിയായിരുന്നു അന്വേഷണം നടത്തി വന്നിരുന്നത്. പ്രദേശത്തെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളിലും നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിലുമൊക്കെ പോലീസ് ഊർജിത അന്വേഷണം നടത്തി. കൊലപാതകത്തിന് ശേഷം ഒരു പകലും ഒരു രാത്രിയും മാത്രമേ റിയാസിന് ഒളിവിൽ കഴിയാൻ സാധിച്ചിരുന്നുള്ളൂ. അതിനു മുൻപ് തന്നെ അയാളുടെ വിധി എഴുതപ്പെട്ടിരുന്നു. റിയാസിനായുള്ള തിരച്ചിലിൽ അന്വേഷണ സംഘത്തെ കൊണ്ടെത്തിച്ചത് വീട്ടിൽ നിന്നും 1/2 കിലോമീറ്റർ അകലെയായുള്ള കാട് പിടിച്ച ഒറ്റപ്പെട്ട വീട്ടിലാണ്. പക്ഷെ അവിടെ എത്തിയ സംഘത്തെ കാത്തിരുന്നത് മറ്റൊരു കാഴ്ചയായിരുന്നു. ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച. ഫേസ്ബുക്കിലൂടെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി നടുറോഡിലിട്ട് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ റിൻസിയുടെ ഘാതകൻ തൂങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. വീട്ടിലുണ്ടായിരുന്ന പഴകിയ ഹോസിൽ അയാൾ തന്റെ പാപഭാരം ഇറക്കി വെച്ച് സ്വയം ജീവനൊടുക്കി. റിയാസിന് പക റിൻസിയോടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾക്ക് നേരെ അയാൾ തന്റെ കൊടുവാൾ വീശിയിരുന്നില്ല. തന്റെ കുടുംബ പ്രശ്നങ്ങളിൽ റിയാസ് ഇടപെടുന്നു എന്നതായിരുന്നു റിൻസിക്ക് റിയാസിനോടുള്ള വിരോധത്തിന്റെ തുടക്കം. പക്ഷെ അതിന് പിന്നിലെ കാരണം എന്താണെന്നത് ഇന്നും വ്യക്തമല്ല. റിൻസിയോടുള്ള റിയാസിന്റെ പകയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നത് അറിയാവുന്നത് റിൻസിക്കും റിയാസിനും മാത്രമാണ്. അവന് ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നുമില്ല. ഒരു ഭാഗത്ത് റിൻസിയുടെ കൊലപാതകം ഞെട്ടിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് ഉത്തരമില്ലാതെ കുറെ ചോദ്യങ്ങൾ നിഗൂഢമായി തന്നെ തുടരുകയാണ്.